ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ നോമ്പ് തുറക്ക് കുടിക്കുകു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അറബിക് സ്റ്റൈലിലുള്ളൊരു സൂപ്പ് എങ്ങനെ ഞങ്ങൾ ആക്കണങ്ങനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. പിന്നെ ഇത് ഞങ്ങൾ ആക്കുകയും ഈസി ആയിട്ടിരിക്കുക. നിങ്ങൾ ആരും ഇത്രത്തോളം ട്രൈ ആക്കി നോക്കിയിട്ടിരിക്കലാന്ന് വരയ്ക്കണേ. നിങ്ങൾ ഒന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നോമ്പ് തുറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അല്ലാത്തപ്പം നല്ല ടേസ്റ്റിയോട് കുടിക്കും ഇത്. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല. അപ്പോൾ ഇത് ഒരു പാത്രം വെച്ച് കൊടുത്താൽ ಅದಕ್ಕೆ ഞങ്ങൾ ತೆಲ್ಲ ಬಟರ್ ಇಟ್ಟು കൊടുക്കണം. അപ്പോൾ ബട്ടറും ആവും അതല്ലെങ്കിൽ സൈത്ത് ഓയിൽ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതും ആവും. ഞാനിപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തേ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസിലെ ഒരു നീരുള്ളി പിന്നെ അതുപോലെ ഒരു 5-6 വെല്ലുള്ളി വലിയ സൈസിലുള്ള വെല്ലുള്ളി അത് ചെറുതുണ്ടെങ്കിൽ തെല്ലി ആറിയിടറു പിന്നെ ഒരു ടൊമാറ്റോ അതും അങ്ങനെ ഒരു മീഡിയം സൈസിലെ ടൊമാറ്റോ ഇതെല്ലാം ഞങ്ങൾ ചെറുതായിട്ട് കട്ടാക്കൊണ്ടില്ല വലിയ പീസാക്കിയിട്ട് ഇട്ടെങ്കിട്ട് പിന്നെ ചെറിയ സൈസുള്ള ജണ്ട് പൊട്ടാറ്റോ എടുത്തിട്ട് വെൽതുണ്ടെങ്കിൽ ഒന്നേ മേയോ അതേപോലെ ഒരു ക്യാരറ്റ് ഇതെല്ലാം ഞങ്ങൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം നേരം ഒന്ന് മിക്സ് ആക്കി എടുക്കില്ല ചുമ്മാ ഫ്രൈ ആവണോ അങ്ങനെ എന്തില്ല പിന്നെ ಇದಕ್ಕೆ മെയിനായ മസൂർ ദാൽ വേണോ ചോന്തി ദാൽ ഉണ്ടല്ലേ അത് വേണം ഞങ്ങൾക്ക് അപ്പോൾ അത് ഞാനിവിടെ ഒരു 3/4 കപ്പ് എടുത്തിട്ട് കലക്കി വെച്ചേരാം അപ്പോൾ ഇതാ ഒരു 3/4 കപ്പ് മസൂർ ദാൽ എടുത്തത് അതും ഞങ്ങൾ ഇതിലൊട്ടിക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നല്ല ഒന്ന് അടിമേലാക്കിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ചിക്കനും ഇട്ട് കൊടുക്കണം ചിക്കൻ ഞങ്ങൾക്ക് ഇതിലൊട്ടിക്കുമ്പോൾ ചിക്കൻ ഇട്ടെങ്കിട്ട് അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഞാനിവിടെ അത് 4 പീസ് ആക്കിയിട്ട് ഞാനിവിടെ എടുത്തത് ഒരു 3-4 പീസ് ചിക്കൻ ഇട്ടെങ്കിട്ട് അപ്പോൾ ഇതാ ഒരു ബ്രസ്റ്റ് പീസ് ഒന്ന് എടുത്തത് അത് 4 പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചന്ത ഒന്ന് അടിമേലാക്കി എടുക്കുക ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ടേസ്റ്റ് വേണം എത്ര ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ എത്ര ജീരകത്തെ പൊടി അത് മാത്രമേ ബാക്കി ഞങ്ങൾ ലാസ്റ്റ് ഇട്ടെങ്കിട്ട് അപ്പോൾ ടേസ്റ്റ് പിന്നെ എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലിട്ടിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ എത്ര ജീരകത്തെ പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറബിക് റെസ്റ്റോറൻറ്റിലെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഫുഡ് മുന്നോളി ഈ ഒരു സൂപ്പ് തണ്ടാറ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും അത് ഞങ്ങൾ അവിടെ കുടിക്കുന്നത് കാട്ടി ഞങ്ങൾ ടേസ്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ ഞങ്ങൾ ഔത്തിലാക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കിട്ടുമ്പോൾ ഞങ്ങൾ അതിൽ ചിക്കൻ എല്ലാം ഇല്ല ഇത് ചിക്കൻ ഇടാണ്ടു ഞങ്ങൾ ആക്കാം കാലി ഈ ബാക്കിയെല്ലാം ഇട്ടിട്ട് ചിക്കൻ ഇടാണ്ടു ഞങ്ങൾ ആക്കാം ചിക്കൻ ഇടുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ തണ്ണിയും വിത്തി കൊടുക്കണം അതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ തണ്ണി ಬೇನೆ ಹತ್ರ തണ്ണി വിത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി അത്ര മേയോ ഈ ടൈമിലോ ഇട്ടിട്ട് തന്നെ നമുക്ക് കണ്ടല്ലേ ഇത്ര തന്നെ ഉണ്ടോ തന്നെ തെല്ലി അറമേ വേണോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ മൂടി വെച്ചിട്ട് ഇത് നല്ല വേവണം നല്ല വെന്തിട്ട് വരട്ടെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ മൂടി വെക്കുമ്പോൾ അല്ല വേവ് വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം എല്ലാ ബേല പിന്നെ ഇതെല്ലാം വെജിറ്റബിൾ എല്ലാം നല്ല വെന്തിട്ട് വരട്ടെ ചിക്കനെല്ലാം നല്ല വേവട്ട് അപ്പോൾ ഇതാ ചിക്കനെല്ലാം കൂടെ നല്ല വെന്തിട്ട് വന്നിട്ട് എല്ലാം നല്ല വെന്തിട്ട് വന്നിട്ട് ഇനിയിപ്പോൾ ആ ചിക്കൻ പീസ് ഞങ്ങൾ എടുക്കണം അപ്പോൾ ചിക്കൻ പീസെല്ലാം എടുത്താൽ പിന്നെ അതിൽ പിന്നെ തെല്ല് മഞ്ഞളുടെ പൊടി ಇದಕ್ಕೆ അതേപോലെ ഒരു തെല്ല് നല്ല മുളക് പൊടി ഒരു 1/2 to 3/4 ടീസ്പൂൺ എത്ര നല്ല മുളക് പൊടി പിന്നെ തെല്ല് കശ്മീരി മുളക് പൊടി ചുമ വേണ്ട തെല്ല് മേയോ അതൊരു കളർക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തത് ഒരു 1/4 ടീസ്പൂൺ എത്ര വെള്ളം മിക്സ് ആക്കിയിട്ട് ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കില്ല ഇങ്ങനെ ഓണിലേക്ക് ഇട്ടൂടെ അത് അതിൽ പിന്നെ അങ്ങ് എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലേ ചിക്കൻ്റെ ഒന്ന് ചെറിയ പീസെല്ലാം ചെറിയ പീസാക്കി എടുക്കണം അത് അതായത് ഇതുപോലെ അപ്പോൾ ചിക്കൻ ഇതാ ഇതുപോലെ ആക്കി എടുത്തത് ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടില്ല ചെറിയ തീയിൽ വെച്ചത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ ഇതുപോലെ ചന്ത ബ്ലെൻഡ് ആക്കി എടുത്തെങ്കിട്ട് ഇല്ലാണ്ടെങ്കിൽ ഇത് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂട് തണ്ണിയിൽ പിന്നെ മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ല ബ്ലെൻഡ് ആക്കി എടുക്കണോ നല്ല ക്രീമി പോലെ ആയിട്ട് വരണം നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഇത് സൂപ്പായിട്ടിരിക്കരുത് ഇത് അതുകൊണ്ട് ചൂടോടെ അടിക്കണ്ട ചൂട് തണ്ണിയിൽ പിന്നെ മിക്സിയിലിട്ട് അടിച്ചെങ്കിട്ട് അങ്ങനെ അടിച്ചാൽ പിന്നെ ജണ്ട മതി ഇത് നല്ല ചൂടാക്കി എടുക്കണം പിന്നെ ഇതിക്ക് നിങ്ങൾക്ക് ഇത് കൊത്തമ്പരി ചുപ്പും അതെല്ലാം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ബ്ലെൻഡാക്കി എടുക്കുക എന്നുവെച്ചാൽ പോലെ തെല്ലും തരിക്കോ തീരാ പിന്നെ നിങ്ങൾ സൂപ്പെല്ലാം എപ്പം കുടിക്കുമ്പോൾ നല്ല ചൂടോടെയും കുടിക്കണം അപ്പമേ അവർ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നിങ്ങൾ കിട്ടരുത് കണ്ടല്ലേ ഇതുപോലെ നല്ല ബ്ലെൻഡാക്കി എടുത്തിട്ട് ഇത്ര ഗട്ടിയിലുണ്ട് ഇതുപോലെ ഗട്ടിയിൽ വേണോ ഇത് ചുമ ലൂസ് ആകുതീരാ ഈ ഒരു ഗട്ടിയിൽ വേണിത് അപ്പമേ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കേ ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയാക്കി വെച്ച് ചിക്കൻ ഉണ്ടല്ലേ അതും ഇട്ട് കൊടുക്കുക അതിലൊട്ടിക്ക് ഞങ്ങൾ തെല്ല് കൊത്തമ്പരി ചുപ്പ് പിന്നെ തെല്ല് ലിമ്പെല്ലാം പുളിയണോ ഒരു ഫുൾ ലിമ്പെല്ലാം വേണാവും അപ്പോൾ കണ്ടില്ലേ ഇത്ര ഗട്ടിയിലുണ്ട് ഈ ഒരു ഗട്ടിയിൽ വേണം ഇത് അപ്പോൾ ഇതിനങ്ങ് നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറേ നേരം മുന്നെല്ലാം ആക്കി വെക്കലല്ലേ ആക്കി വെച്ച് ചൂട് തണ്ണിയിടല്ലേ അപ്പോൾ ചൂട് തണ്ണിയാകുമ്പോൾ ഇത് ചുമ ഗട്ടിയാവില്ല ഒന്നും കൂടി തെല്ലൊരു സമയം ഗട്ടി ആവണം കണ്ടെങ്കിൽ നിങ്ങൾ തെല്ല് ചൂട് തണ്ണി വിത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് അങ്ങനെ ആക്കി എടുത്തെങ്കിൽ അത് ചുമ ലൂസ് ആക്കണ്ട പിന്നെ നല്ല ചൂടാക്കിയിട്ടേ കുടിക്കണം ആ ഒരു ചൂടാക്കി കുടിക്കുമ്പോൾ ചൂടോടെ കുടിക്കുമ്പോഴേ നിങ്ങൾ ആ ഒരു കറക്റ്റ് സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ കിട്ടുക നല്ല ചൂടോടെ കുടിക്കണം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് കൊത്തമ്പരി ചുപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ലിമ്പനൊക്കെ ഇപ്പോൾ പുളിയൊക്കെ മറന്നിട്ട് ലിമ്പ വേണോ ഒരു മീഡിയം സൈസ് ഒരു ഫുള്ള് ലിമ്പ ಬೇನಾವು ಇದಕ್ಕೆ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സൂപ്പ് കൂടെ റെഡി ആയിട്ട് അറബിക് സ്റ്റൈലുള്ള സൂപ്പ് കൂടെ റെഡി ആയിട്ട് ഇത് ഞങ്ങൾ ചിക്കൻ ഇടാണ്ടും ഞങ്ങൾ ആക്കിയെടുക്കാം ചിക്കൻ ഇട്ടെങ്കിൽ നശന പോലെ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടാറല്ലേ ഈസി ആയിട്ട് ആക്കി എടുക്കുമ്പോൾ നല്ല
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടിരിക്കുന്നത്. നിങ്ങൾ ട്രೈ ആക്കി നോക്കൂ. ಇದಕ್ಕೆ ಮುಂದಲ್ಲ ನಾನು സൂപ്പർ വീഡിയോയിൽ ഞാൻ അറബിക് സ്റ്റൈലിലുള്ള ಬೇರೆ സൂപ്പർ വീഡിയോയിൽ ഇട്ട ನಾನು ಅದು ಬೇನುಂಟಾಗಿ നോക്കൂ. പിന്നെ അതുപോലെ നോമ്പ് കഞ്ഞി അത്ര വീഡിയോസ് എല്ലാം മുന്നല്ല ഞാൻ അപ്ലോഡ് ആക്കിയത്. അത് ಬೇನುಂಟಾಗಿ നോക്കൂ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾ എപ്പോഴും ഒരേ ടൈപ്പുള്ള സൂപ്പെല്ലാം കുടിக்கிறല്ലേ. അപ്പോൾ ഈ ഒരു അറബിക് സ്റ്റൈലിലുള്ള സൂപ്പ് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടേമുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.